നമസ്കാരം. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തോയ്ബ, ISI, അതോടൊപ്പം പാകിസ്ഥാൻ സൈന്യം എന്നിവർ സംയുക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭ തൊഴിലാളികൾ പ്രധാന പങ്ക് വഹിച്ചുവെന്നും ദേശീയ അന്വേഷണ ഏജൻസി തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആക്രമണം നടത്തിയ തീവ്രവാദികളെ കൈകാര്യം ചെയ്തവർ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭ തൊഴിലാളികൾക്കാണ് ഏറ്റവും വലിയ പങ്കെന്ന് NIA അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ അറിയപ്പെടുന്ന എല്ലാ ഭൂഗർഭ തൊഴിലാളികളുടെയും ഒരു പട്ടിക NIA തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്കെതിരെ ഭരണപരവും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ നടപടികളും സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ്. ഭീകര സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ ഭൂഗർഭ തൊഴിലാളികൾ. അവർ സായുധ ആക്രമണം നടത്തുന്നില്ല. എന്നാൽ ഭീകരർക്ക് താമസ സൗകര്യം ഒരുക്കുകയും പണം നൽകുകയും ഭക്ഷണങ്ങൾ നൽകുകയും ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും പ്രദേശത്ത് കൂടി അവരെ നയിക്കുക തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെ തീവ്രവാദികളെ പിന്തുണച്ച് ആക്രമണത്തിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കേസ് NIA ഏറ്റെടുത്തതിന് മുമ്പുള്ള പ്രാരംഭ FIR-ൽ തീവ്രവാദികൾ അതിർത്തിക്കപ്പുറത്തുള്ള അവരുടെ അധികാരങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. NIA മേധാവി സദാനന്ദ് ദത്തയുടെ മേൽനോട്ടത്തിലാണ് NIA പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും. NIA ഇതുവരെ 150ഓളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ആക്രമണം നടന്ന സ്ഥലത്തിന്റെ 3D മാപ്പിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2008-ലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായി കണക്കാക്കപ്പെടുന്ന പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതിനിടയിൽ യുദ്ധം പടിവാതിക്കൽ എത്തി നിൽക്കെ അത് മനസ്സിലായി എന്ന ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ കനത്ത ജാഗ്രതയിലും ഭീതിയിലുമാണുള്ളത്. ചെയ്യാൻ പറ്റുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ ചെന്ന് ഓരോരുത്തരെയും കാല് പിടിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അടുത്ത് യുദ്ധം ചെയ്യരുതേ ഒന്ന് പറയാനായിട്ട്. പക്ഷെ അവരാരും പാകിസ്ഥാന്റെ വാക്കുകൾ ചെവി കൊണ്ട് കേൾക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിർത്തി വേഗം അടച്ച് രാജ്യത്തെ സേഫ് ആക്കാനുള്ള ധൃതിയിൽ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞിരിക്കുന്നത് സ്വന്തം പൗരന്മാരെ തന്നെയാണ് എന്നതാണ് മറ്റൊരു കാര്യം. പാക് പൗരന്മാർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്ത്യ നീട്ടി നൽകിയിരുന്നുവെങ്കിലും പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചതായും സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നതുമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത. സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്നവരും തിരിച്ച് ഇന്ത്യയിലെത്തുന്നവരും ഉപയോഗിച്ചിരുന്ന പാതയാണ് പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ കൊട്ടിയടച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഡസൻ കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരാണ് നാട്ടിലേക്ക് മടങ്ങാനാകാതെ അട്ടാരിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. മെയ് 1-ന് അതിർത്തി അടയ്ക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും മുൻ നിർദ്ദേശം പിൻവലിക്കുകയായിരുന്നു. പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന ഇന്ത്യ നിർദ്ദേശത്തിനു ശേഷം 911 പേർ ഇതുവരെ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്നാണ് കണക്കുകൾ. നേരത്തെ ഏപ്രിൽ 30-ന് അട്ടാരി അതിർത്തി അടയ്ക്കുമെന്നും ഇതിനകം പാക് പൗരന്മാർ രാജ്യം വിടണമെന്നായിരുന്നു ഇന്ത്യ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സമയപരിധി ഉൾപ്പെടെ നീട്ടിയെങ്കിലും അതിർത്തി തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പെരുവഴിയിലായ അവസ്ഥയിലാണ്. സ്വന്തം രാജ്യം സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ എവിടെ പോകുമെന്നാണ് പാക് പൗരന്മാരുടെ ആശങ്ക. വിസ റദ്ദാക്കിയതിനാൽ ഇന്ത്യയിൽ തിരികെ പ്രവേശിക്കാനും അവർക്കിനി സാധിക്കില്ല. കാരണം പ്രവേശിച്ചാൽ ഒന്നേ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ പിടിച്ചു ജയിലിലിടും. സ്വന്തം പൗരന്മാരെ ശ്രദ്ധിക്കാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് എന്നാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ പാകിസ്ഥാൻ സർക്കാരിനോട് ചോദിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലൂടെ കപ്പൽ മാർഗം പാകിസ്ഥാനിലേക്ക് എത്തുന്ന ചരക്ക് നീക്കത്തിന് വിലക്കിടാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് വിവരം. നിലവിൽ ചെറിയ തോതിലെങ്കിലും ഇരു രാജ്യങ്ങളിലേക്കും കത്തിടപാടുകൾ, കൊറിയർ ഇടപാടുകളുമുണ്ട്. നേരത്തെ മരുന്നുകളടക്കം പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി നിർത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നു. ഇപ്പോൾ തന്നെ കേന്ദ്ര തുറമുഖ വകുപ്പ് ഒരു സുപ്രധാനമായ ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ സമുദ്രത്തിലേക്ക് പാകിസ്ഥാന്റെ ഒരു കപ്പലും വരാൻ പാടുന്നതല്ല, വന്നു കഴിഞ്ഞാൽ കർശനമായ നടപടികൾ എടുക്കുമെന്ന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ കപ്പലുകളൊന്നും തന്നെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോകാനും പാടില്ല എന്നൊരു നിർദ്ദേശം തുറമുഖ വകുപ്പ് ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യ ശ്രദ്ധാപൂർവം പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം നടന്നാൽ അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ വലിയ രീതിയിൽ നാണം കെടേണ്ട അവസ്ഥ വരും. കാരണം അമേരിക്ക പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങളെല്ലാം തന്നെ ചൈനയെ വെല്ലുന്ന തരത്തിലുള്ള ചൈന ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിനെ കാട്ടി വെറും ലോക്കൽ പ്രോഡക്റ്റുകളാണ്.
അതെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വന്നു കഴിഞ്ഞാൽ തൊടുത്തി വിടുമ്പോൾ തന്നെ അത് നേരെ വന്ന് തിരിച്ച് എവിടെയാണോ തൊടുത്തി വിട്ടത് അവിടെ തന്നെ വന്ന് പതിക്കുന്ന രീതിയിലേക്കാണ് അമേരിക്കയുടെ പ്രൊഡക്റ്റുകൾ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവാതെ അമേരിക്ക അതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളെ വേട്ടയാടാൻ പാകിസ്ഥാൻ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം ഇന്ത്യയിലുണ്ടായിരുന്ന വാൻസ് ആക്രമണത്തെ അപലപിക്കുകയും എക്സിലെ ഒരു പോസ്റ്റിൽ ഇരകൾക്കും കുടുംബാംഗങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആക്രമണത്തിൽ യാതൊരു ദയയും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യക്ക്. ഭീകരാക്രമണത്തിന്റെ ഭാഗമായ ഒരു ആക്രമിയെയും വെറുതെ വിടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയത്. 26 പേരെ വകവരുത്തി വിജയിച്ചുവെന്ന് നിങ്ങൾ കരുതരുത്. ആക്രമണങ്ങൾക്ക് നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഇന്ത്യയുടെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദത്തെ പിഴുതെറിയുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും അത് പൂർത്തീകരിക്കപ്പെടുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. പഹൽഗാം വിഷയത്തിൽ ഇതാദ്യമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ ശക്തമായ പ്രതികരണം നടത്തുന്നത്. കൂടാതെ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരവാദത്തോട് ലോകം കണ്ണടയ്ക്കരുത് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്ഗസുമായുള്ള ചർച്ചയിലാണ് രാജ്നാഥ് സിംഗ് ഈ നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും തിരിച്ചടി ഉറപ്പാണ് പാകിസ്ഥാന്. ഇന്ത്യൻ ആർമിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇന്ത്യൻ ആർമി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അവരുടെ സൈന്യത്തെ ഒരു പ്രത്യേക പരിശീലനത്തിലേക്ക് ഇന്ത്യൻ സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം, ഇന്ന് വരെ പാകിസ്ഥാൻ വിചാരിക്കാത്ത തരത്തിലേക്ക് ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.